ഹലോ മക്കളെ, നാളത്തെ ഇംഗ്ലീഷ് പരീക്ഷയിൽ നിങ്ങൾ പേപ്പർ തുറന്നാൽ ആദ്യം കാണാൻ പോകുന്ന രണ്ട് കാര്യങ്ങളായിരിക്കും. ഒന്ന് നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ. അപ്പം നിങ്ങൾക്ക് അറിയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു പാസേജ് തരും, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, അതിനുശേഷം രണ്ടെണ്ണം വരാൻ പോകുന്നത്, രണ്ട് ചോദ്യങ്ങൾ 5 മാർക്കിന് വീതം വരാൻ പോകുന്ന രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന് പോയം കോംപ്രിഹെൻഷൻ, പോയം തന്നു എന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിൻ്റെ അർത്ഥം എന്താ മറ്റേ അർത്ഥം എന്ന് ചോദിക്കും. പിന്നെ നമ്മുടെ അപ്രീസിയേഷൻ, അതായത് ഇതെല്ലാം കൂടി ചേർത്ത് എത്രയായി? റീഡിംഗ് കോംപ്രിഹെൻഷൻ അവിടെ 5 മാർക്കായി, പോയം കോംപ്രിഹെൻഷനും അപ്രീസിയേഷനും കൂടി ചേർത്ത് 10 മാർക്കായി. 15 മാർക്കിനാണ് ആ ഭാഗത്ത് നിന്ന് ചോദ്യം വരാൻ പോകുന്നത്. ഈ ചോദ്യങ്ങൾ ഏതൊക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡേറ്റ് നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ സ്കോളർഷിപ്പ് എന്നും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നും ഡേഞ്ചർ എന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഒഴിവാക്കാം, പ്രൊജക്ട് ആക്കി വിടും. അപ്പം എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? സ്കോളർഷിപ്പ് പഠിക്കണം, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പഠിക്കണം, പിന്നെ പറ്റുമെങ്കിൽ ഡേഞ്ചർ അതിന് വേണ്ടി പഠിക്കണം. എന്തായാലും നമ്മൾ ഇത് എന്തായാലും വൈകുന്നേരം പഠിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എത്രയേ ഉള്ളൂ, ഈ ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇതല്ലാത്ത ചാപ്റ്റർ നെവർ ടെസ്റ്റ് ആയിക്കോട്ടെ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ആയിക്കോട്ടെ, ടേം 1 ചാപ്റ്റർ ആയിക്കോട്ടെ, വളരെ ചാൻസ് കുറവാണ്. സോ ഒരു കാരണവശാൽ ഈ ചാപ്റ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതിരിക്കരുത്. ഇതിന്ന് റീഡിംഗ് കോംപ്രിഹെൻഷൻ ചോദിക്കുമ്പോൾ ഇതിലെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വൈകുന്നേരത്തെ ലൈവിൽ നമ്മളെല്ലാം പഠിപ്പിക്കും. കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുക ഈ ചാപ്റ്റേഴ്സ് തന്നെ, ടേം 2 ചാപ്റ്റേഴ്സ് ആണ്, അതിൽ തന്നെ കൂടുതൽ ഫോക്കസ് ഈ ചാപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പം ഇതിൽ കൃത്യമായിട്ടുള്ള പ്രഡിക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. വെറുതെ ടെസ്റ്റിന് നമുക്ക് പറയാം ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, പക്ഷേ അതിലൊരു അർത്ഥമില്ല. പക്ഷേ ഈ ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. പോയം കോംപ്രിഹെൻഷനിൽ പക്ഷേ അപ്രീസിയേഷനിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വർഷം മാത്രം എടുത്തു കളഞ്ഞാൽ ബാലറ്റ് പോയട്രി, ഈ രീതിയിലാണ് അപ്രീസിയേഷനും കോംപ്രിഹെൻഷനും ചോദിച്ചത്. ആകെ കഴിഞ്ഞ വർഷം മാത്രം ബ്ലോയിങ് ഇൻ ദ വിൻഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ പോയം എഴുതാ വരിക എന്നുള്ള ചോദ്യത്തിന് രണ്ടേ ഉത്തരവേ ഉള്ളൂ, ബാലഡും അല്ലെങ്കിൽ പോയട്രി. ഇതെന്തായാലും പഠിച്ചു വെക്കുക. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള ബ്ലോയിൻ ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞാൽ പോയം പഠിക്കേണ്ടെന്നല്ല, ഇതെന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഒരു സംശയമില്ല, 2 ചോദ്യമായിരിക്കും ഇവിടെ വരിക. അതിലൊരു ചോദ്യം ഏതെങ്കിലും ഒരു പോയം ആയിരിക്കും, ബാലഡോ അല്ലെ പോയട്രി ആയിരിക്കും. ഭാഗ്യം ഉണ്ടെങ്കിൽ രണ്ടും ബാലഡ് പോയട്രി ഈ രീതി തന്നെ കഴിഞ്ഞ 4 വർഷങ്ങളിൽ വന്ന അതേ ഫോർമാറ്റിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇത് തന്നെ പഠിച്ചു വെക്കാം. ഫസ്റ്റ് ടേമിലെ പോയൊന്നും വെറുതെ കഷ്ടപ്പെട്ട് പഠിക്കാൻ പോകണ്ട, ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രഡിക്ഷൻ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ എന്ന്? അപ്രീസിയേഷൻ ഏത് വരും? ബാലഡ് വരുമോ അല്ലെങ്കിൽ മറ്റേ പോയം കോംപ്രിഹെൻഷൻ? 2 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ആ ചോദ്യത്തിന് ഏത് വരും എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ പ്രഡിക്ഷൻ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതൊക്കെ പഠിക്കണമെങ്കിൽ, അപ്രീസിയേഷൻ എങ്ങനെ എഴുതണം, പോയം കോംപ്രിഹെൻഷൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ വൈകുന്നേരത്തെ ലൈവിൽ 7 മണിക്ക് കയറി പോരെ. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. നാളത്തെ പരീക്ഷ നമുക്ക് തകർക്കാം. കൂടുതലൊന്നും പറയുന്നില്ല. ലൈവിൽ കാണാം മക്കളെ. ബൈ ബൈ, ടേക്ക് കെയർ.